ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ വാഗമണിലെ രണ്ടാമത്തെ ദിവസം ഇവിടെ അങ്ങ് തുടങ്ങാണ്. രാവിലെ 5:30 ആയപ്പോഴേക്കും ഞാൻ എണീറ്റെങ്കിലും 6 മണിയായപ്പോൾ ജസ്റ്റ് ദേ വെട്ടമൊക്കെ വന്നു. ആ സമയത്ത് ഞാൻ ബാൽക്കണി തുറന്ന് നോക്കിയപ്പോൾ ആ കാഴ്ചയാണ് കണ്ടത്. ഒന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. നേരത്തെ ആ ഫോഗ് പിടിച്ച സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് സൺറൈസ് ആയപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് കാണാൻ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. എനിക്ക് ഇതേപോലത്തെ സ്ഥലങ്ങളും ഈ ഒരു ക്ലൈമറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല തണുപ്പായിരുന്നു. തണുപ്പ് എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് തോന്നി. അങ്ങനെ ഞാൻ എടുത്ത വീഡിയോയാണ്. പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ മുട്ടക്കറിയാണ് എല്ലാവരും കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുക്കണമല്ലോ, അതിലൊരു കോംപ്രമൈസ് ഇല്ല. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. ഓരോരുത്തർ ഫാമിലി ആയിട്ടൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ സെക്ഷനെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടിയിലേക്ക് കയറിയപ്പോൾ ആർക്കും വലിയ ഉഷാറൊന്നും ഉണ്ടായില്ല. കുറച്ച് കഴിയണമല്ലോ ഉഷാറ് വരാൻ. അങ്ങനെ നമ്മൾ മെഡോസിലേക്കാണ് ഫസ്റ്റ് വന്നത്. മെഡോസിൽ വന്നിട്ട് നമ്മൾ അവിടെ എൻട്രി പാസ് ഉണ്ട്. പാസിന് കുട്ടികൾക്ക് 15ഉം അഡൽട്ടിന് 25ഉം ആയിരുന്നു. നമ്മളങ്ങനെ പാസ്സൊക്കെ എടുത്ത് അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് അയ്യോ വെയിൽ ഒരു രക്ഷ ഉണ്ടായില്ല. ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ട് നടന്നപ്പോൾ അതേ സിപ്പ് ലൈൻ കണ്ടു. സിപ്പ് ലൈനിൽ കയറാമെന്ന് പറഞ്ഞ് ഓരോരുത്തർ അങ്ങനെ പറഞ്ഞ് നിന്നപ്പോഴാണ് പറഞ്ഞത് അഡ്വഞ്ചർ പാർക്കിലുണ്ടെന്ന്. ഞാൻ വാഗമണിൽ ഫസ്റ്റ് ടൈമാണ്, അതാണ് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഓക്കെ എന്നാൽ അഡ്വഞ്ചർ പാർക്കിൽ പോകുമ്പോൾ കയറാമെന്ന് പറഞ്ഞ് നമ്മളത് സ്കിപ്പ് ചെയ്ത് അങ്ങനെ പോകാൻ നോക്കിയപ്പോഴാണ് അവിടെ കയാക്കിംഗ് ഒക്കെ കണ്ടത്. എന്നാൽ പിന്നെ അതിൽ കയറുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, അഡ്വഞ്ചർ പാർക്കിൽ പോയിട്ട് കയറാം എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഇതിലും വലിയ കോമഡി ആയിരുന്നു കേട്ടോ. അത് ഞാൻ വഴിയേ പറയാം. അങ്ങനെ ഞാൻ കാഴ്ചകൾ കണ്ടു നിൽക്കുന്ന സമയത്താണ് ഇത് ആരോ പാരഷൂട്ടിൽ പോകുന്നു. അന്ന് എനിക്കതിൽ കയറണം എന്നിങ്ങനെ പറഞ്ഞ് നിന്നപ്പോൾ അതെങ്ങോ ദൂരെയാണ്, അവിടെ അടുത്തൊന്നും ഇല്ല എന്നൊക്കെ ആരോ പറയുന്നത് കേട്ടു. പിന്നെ നമ്മൾ ഓരോ കുന്നും കയറി ഇറങ്ങി ഇങ്ങനെ അങ്ങ് പോയി. കുറേ അത്യാവശ്യം കണ്ടു, സെൽഫീസൊക്കെ എടുത്തു. ആ 1 മൈൽ അകലെ പോകുന്നത് എൻ്റെ കെട്ടിയവനാണ്. പുള്ളി ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ അങ്ങ് പോവാണ്. പിന്നെ നമ്മൾ എല്ലാവരും കൂടി നടന്ന് പുള്ളിയുടെ അടുത്തെത്തി. എന്നാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പതിയെ ഇറങ്ങാം, നല്ല വെയിലല്ലേ, ഇനി ഇവിടെ അധികം നിൽക്കണ്ടെന്നും പറഞ്ഞത് എൻ്റെ കയ്യിലിരുന്ന ആൾ നേരെ താഴത്തേക്ക് ഇറങ്ങി. ആൾ നടപ്പായി. അങ്ങനെ എല്ലാവരും ഇതേ ബാക്കിൽ എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാനങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പതിയെ അങ്ങ് പോന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും എൻട്രൻസിൻ്റെ അങ്ങോട്ട് എത്തി. അവിടെ നിന്ന് നേരെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ പിന്നെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ ഫോറസ്റ്റിലാകുമ്പോൾ കുറച്ച് സമാധാനം ഉണ്ടാവും, വെയിലിന് കുറവൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. പൈൻ പാർക്കിൻ്റെ അവിടെ എല്ലാവരും ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്തു. വേറെ പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും അവിടെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വേഗം പൈൻ ഫോറസ്റ്റിലേക്ക് പോയി. അവിടെ ചെല്ലുന്ന വഴിക്ക് തന്നെ കുട്ടികളൊക്കെ അത് വാങ്ങാം ഇത് വാങ്ങാമെന്ന് പറയുന്നുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഞങ്ങൾ പോകുന്ന പോക്കിനാണ് ഞാൻ മാങ്ങ കണ്ടത്. മാങ്ങ ഞാൻ എവിടെ കണ്ടാലും വാങ്ങും. അങ്ങനെ മാങ്ങ വാങ്ങി കഴിച്ചുകൊണ്ട് ഞങ്ങളതേ ഫോറസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനമായിരുന്നു. ആ ഒരു വെയിലത്ത് നമുക്കൊരു ആശ്വാസം. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എല്ലാവരും ഇപ്പോൾ വാഗമണിലാണ്. കാര്യം എവിടെ ചെന്നാലും അത്രയ്ക്ക് ക്രൗഡാണ്. നമ്മൾ എവിടെ നോക്കിയാലും തിരക്കാണ്. ഫോറസ്റ്റിനകത്ത് നല്ല ആളുണ്ടായിരുന്നു. കാര്യം ആ ഒരു ടൈമിൽ വെയിലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടുന്നത് അവിടെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവരും അത്യാവശ്യം അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു നേരത്ത്. അങ്ങനെ നമ്മൾ നേരെ താഴത്തേക്കൊക്കെ പോകുന്ന പോക്കിന് ഇതേ ബേർഡ്സിനെ കുറിച്ചും അപ്പുറത്തെ സൈഡിൽ ആനിമൽസിനെ കുറിച്ചൊക്കെ എന്തോ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായി. സത്യം പറഞ്ഞാൽ ഞാനത് വായിച്ചില്ല. അങ്ങനെ നോക്കി നടന്നു, കാഴ്ചകളൊക്കെ കണ്ടു. കുറച്ചുകൂടി അങ്ങോട്ട് നടന്നപ്പോഴേക്കും ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കണ്ടു. പിന്നെ അവിടെ പോയി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. കുട്ടികളുടെയും ഇത്താത്തമാർ എല്ലാവരും ഉണ്ടായിരുന്നില്ല, അവരുടെ കൂടെ ഞാനും ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുട്ടികളുടെയും വേറെ ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഇതേ തിരിച്ച് കയറാണ്. അപ്പോഴേക്കും എല്ലാവരും ടയേർഡായിട്ടോ. അന്ന് ഇനി ഫുഡ് കഴിച്ചിട്ടാവാം, അയ്യോ വെള്ളം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കഥയിൽ അങ്ങ് കയറി പോകുന്ന സമയത്തൊക്കെ നന്നായിട്ട് തെന്നുന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പൈൻ ട്രീയുടെ ആ ഒരു ലീഫ് വീണ് ഉണങ്ങിയിട്ട് നമുക്ക് കാല് തെന്നി പോകുന്നുണ്ടായിരുന്നു ആ ടൈലിൽ കൂടെ നടക്കുമ്പോൾ. അതൊരു ടൈല് പോലത്തെ ഒരു പീസാണ് അവരവിടെ ഒട്ടിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിതേ നേരെ ചായപ്പൊടി വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് നിന്നെങ്കിലും ആരും വാങ്ങിയില്ല. പിന്നെ കുട്ടികൾക്ക് ഇതേ കളിക്കാൻ എന്തൊക്കെയോ മേടിച്ചു. അവിടെ നിന്ന് നേരെ ചെന്നപ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് നേരത്തെ കണ്ടിരുന്നു നമ്മൾ ഒരു ചെറിയൊരു കൗണ്ടറിൽ ഇങ്ങനെ ലസ്സി അതേപോലെ വേറെ എന്തോ ഉണ്ടായിരുന്നു, ഞാനത് കേട്ടില്ല ശരിക്കും. ഞാൻ ലസ്സിയാണ് ഓർഡർ ചെയ്തതും. അതൊക്കെ നമ്മൾ കുടിച്ചു. ഗുലാബ് ജാമും പേടയൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ നാരങ്ങളും കുടിക്കുന്നവരും അവിടെ പോയി നാരങ്ങളൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടിയിലേക്ക് പോയി. വണ്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മൾ പേൻ പാർക്കിൽ ചെന്ന് കയറണം. അവിടെ ചെന്ന് കയറി ഒരു 5 മിനിറ്റ് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരു ചേച്ചിയുടെ ഒരു ഊണൊക്കെ വിൽക്കുന്ന ചെറിയൊരു കടയുണ്ടായിരുന്നു. അവിടെ ചെന്ന് നമ്മൾ ഊണ് കഴിച്ചു. ഊണ് കഴിക്കാൻ ഇരുന്നിട്ടുള്ള ബാക്കി വീഡിയോയും വിശേഷങ്ങളും ഞാൻ പിന്നെ പറയാം. ഓക്കെ, ബൈ.